ഇത് വലിയ സംഭവമായിരിക്കില്ല. ഇപ്പൊ കേൾക്കുന്നവർക്ക് ഇതൊരു വലിയ സംഭവമാണോന്ന് വിചാരിക്കും. അയ്യോ! അതെ, അതെ. ശരിക്കും. പക്ഷെ നമ്മള് കള്ളവും പറഞ്ഞ് ഇത് കൊടുക്കാനും പറ്റിയില്ല. എൻ്റെ ചേട്ടൻ കരിക്കും. എൻ്റെ അമ്മ ലാസ്റ്റ് ചോദിച്ച സാധനമാണ് ചേട്ടനോട്, കരിക്ക്. അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും അമ്മ മരിച്ചു. എൻ്റെ ചേട്ടൻ അതിന് ശേഷം കരിക്കും കഴിക്കില്ല. കാരണം ഇതൊക്കെ നമ്മളെ ഈ പ്രതീക്ഷിക്കാതെ പോയതാ രണ്ടുപേരും. നമ്മളങ്ങനെ വിചാരിച്ചിട്ട് പോലെ ഈ വയ്യാതെയൊക്കെ കുറേ നാൾ അങ്ങനെ കിടന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. അതെ. അമ്മയും അച്ഛനൊക്കെ നടന്നു കയറിയവരാ ഹോസ്പിറ്റലിൽ. പെട്ടെന്ന് തിരിച്ചു വന്നത് രണ്ടുപേരും നമ്മള് വല്ലാണ്ടൊരു മെന്റൽ ഷോക്കിലേക്ക് പോവും അല്ലേ അപ്പം? ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടാ. അച്ഛൻ മരിച്ചതിൻ്റെ അപ്പം അച്ഛനെ ഇതായല്ലോ, ഓക്കെ ആയല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ മരിച്ചു, എനിക്കൊരു 2 ദിവസം തരണം, ഒന്ന് വേറെ ആരും ഇല്ല. അങ്ങനെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സിനിമയ്ക്ക് പോയി ജോയിൻ ചെയ്തു. കാരണം ജോയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല, 44 ദിവസം എൻ്റെ കല്യാണമാണ്. അപ്പം അങ്ങനത്തെ നമ്മളെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒന്ന് രണ്ട് ഘടകങ്ങൾ ലൈഫിലുണ്ട്. എന്നാലും വീണ ഇത് കേൾക്കുമ്പോ തന്നെ വീണ പറയുമ്പോ ഫുൾ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്. നടന്നു കയറിപ്പോയ അച്ഛനും അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ. വീണ നിസ്സഹായാവസ്ഥയുടെ പുറത്താണ് വീണ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. എനിക്കിത് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു പലരുടെ ലൈഫിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പറഞ്ഞ സമയത്തെ നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ വീണ. ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാം. ഏ ദാ. ഉം. വീണ ഇതിപ്പം വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോയുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് വീണ അനുഭവിച്ച ആ ഒരു വേദന എന്ന് പറയണത്, അത് ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയും ഉണ്ടല്ലേ. അതുള്ള ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദനയാണ്. എന്തുകൊണ്ട് വീണ അന്നേരം ജോലിക്ക് പോയി? ജോലിക്ക് പോയാൽ എനിക്ക് തോന്നുന്നു അന്ന് വളരെ ഏർലി ഏജാണ്. ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്ത് നെഗറ്റീവായിട്ടും കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അവർ ഈ സിറ്റുവേഷൻ എന്താന്ന് പോലും മനസ്സിലാക്കാണ്ട് എന്തൊക്കെ മോശം അവർ പറഞ്ഞേനെ. അമ്മ ഇതായിട്ട് അവൾ ഉടനെ അഭിനയിക്കാൻ പോയി. അങ്ങനെ എന്തെങ്കിലും ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരിലോ ആരെങ്കിലും വന്ന് അങ്ങനെ കുറ്റപ്പെടുത്തി വീണേനെ? നമ്മുടെ നാട്ടുകാർ വീട്ടുകാരും പറയുന്നത് പലതും നമ്മൾ ലേറ്റായിട്ടായിരിക്കും അറിയുക. പക്ഷെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറയില്ല. അതിനുശേഷം അച്ഛൻ മരിക്കുന്നത് മെയ് 8-നാണ്. അപ്പോൾ ജൂണിൽ ഞാൻ ആത്മയുടെ മീറ്റിങ്ങിന് പോയി. അപ്പം ഞാൻ ഈ മെയ് 8 കഴിഞ്ഞിട്ട് വേഗം തന്നെ ഞാൻ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു, സോറി അങ്ങനല്ല, ഒരു വളരെ യാദൃശ്യമായിട്ട് ഞാൻ അവരെ കാണുന്നതാണ്. SP ഗ്രാൻഡേസിൽ വെച്ചിട്ട് ആർട്ടിസ്റ്റിനെ ഞാൻ അവിടെ ചെന്നപ്പം അപ്പോൾ അവരെന്നെ അപ്പോൾ എനിക്കൊരു ഞാൻ കുറച്ച് ബ്രേക്കിന് ശേഷം അച്ഛൻ മരിച്ചിട്ട് ഒരു 2 മാസത്തിന് ശേഷം ഞാൻ ഇൻസ്റ്റയിലാണോ ഫേസ്ബുക്കിലോ എന്തോ സ്റ്റോറി ഇട്ടു. ഞാൻ ചെന്നൈക്ക് പോകുന്നതിൻ്റെ ഒരു സെൽഫി ഇട്ടു, ഇങ്ങനെ ചിരിച്ചിട്ട് നിന്ന്, ബാക്ക് ടു വർക്ക് എന്നോ എന്തോ ഒരു സാധനം ചിരിച്ചോണ്ടായിട്ടേക്കുന്നത്. അപ്പോൾ അവരെന്നെ പിടിച്ചെടുത്തിട്ട് പറയും, നീയൊക്കെ ഒരു പെണ്ണാണോടി? എൻ്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് 7-8 മാസം എടുത്തു എനിക്ക് അതിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്ത് വരാൻ. നിനക്കൊരു നാണമില്ലേ? നീ ഈ 2 മാസമല്ലേ ഉള്ളൂ നിൻ്റെ അച്ഛൻ മരിച്ചിട്ട്, നീ ഒരു സെൽഫി എടുത്തിട്ടിരിക്കുന്നല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഞാൻ എന്നെ വീണ്ടും ട്രാക്കിലേക്ക് എത്തിച്ചേ പറ്റൂ. അതെ, നമ്മൾ നമ്മുടെ പുഷ് ചെയ്യാണ് സെൽഫിനെ. കാരണം അത് കഴിഞ്ഞ് ജൂൺ 21-ന് എൻ്റെ കല്യാണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വര അപ്പോൾ എന്തെല്ലാം ആയിരിക്കുമല്ലേ ആൾക്കാർ ആ ഒരു സെൽഫിക്ക് പറയുക. ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി അങ്ങനെ ചിന്തിക്കുമായിരുന്നു. നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും, അയ്യോ അവരെന്താ വിചാരിക്കുക ഞാനിങ്ങനെ ഇട്ടാൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് നാട്ടുകാരെ പേടിയായിരുന്നു എനിക്ക്. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ശരിക്കും ഞാൻ ചിന്തിക്കുന്നത്, ഇങ്ങനെയൊന്നും ഇടാൻ പാടില്ല അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ എന്ത് ചെയ്താലും ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർ, നമ്മൾ അറിയാത്തവരും അറിയാവുന്നവരും പറയും. എന്നാൽ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ എങ്ങനെ എത്തി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഇതൊന്നും അവർ ചിന്തിക്കില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ. പക്ഷെ അത് നമ്മൾ പിന്നീടായിരിക്കും അറിയുക. അപ്പോൾ നമ്മൾ ഞെട്ടും, ഈശ്വര ഇവരിത്രയും കൂടെ നിന്നിട്ട് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. പിന്നെ കൂടെയുള്ളവർ പറയുമ്പോൾ പിന്നെ നാട്ടുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ?
അങ്ങനെ കൂടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വീണയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ തന്നെ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വന്നപ്പോൾ വീണ എങ്ങനെയാ ആ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്തത്? ഞാൻ എനിക്ക് കുറേ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അഭാവത്തിൽ നമ്മളെ ഭയങ്കരമായിട്ട് മോശം പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായപ്പോൾ ആ സൗഹൃദങ്ങളൊക്കെ ഞാൻ പതിയെ അതിൽ നിന്ന് പുറകിലേക്ക് പോന്നു. അവരോട് ദേഷ്യമൊന്നുമില്ല. അവരെ കാണുമ്പോൾ ഞാൻ ചിരിക്കാൻ റെഡിയാണ്. പക്ഷെ അവരുമായിട്ടുള്ള സൗഹൃദത്തിന് ഞാൻ മുന്നേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അത്രയേ ഉള്ളൂ. അവരോട് എനിക്ക് പരിഭവമില്ല. ഇങ്ങനെയുള്ളൊരു വിഷമമുണ്ട് ഉള്ളിൽ. അവർക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും അങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് നമുക്കൊരു നമ്മളില്ലാതെ അല്ല നമ്മുടെ അഭാവത്തിൽ നമ്മളെപ്പറ്റി ഭയങ്കര മോശമായിട്ട് പറയുന്ന സ്റ്റേജുകൾ അത് എല്ലാ കാര്യത്തിലും. എന്നിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കര ചിരിച്ചോണ്ട് നമ്മളെ വെൽക്കമിങ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അത് ഭയങ്കര നമുക്ക് ആ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ചുരുങ്ങി 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 ഭയങ്കര ചെറുതാണ്. വളരെ എൻ്റെ +2 മുതലുള്ള എൻ്റെ സുഹൃത്തുണ്ട് അലീന. അവൾ അന്നും ഇന്നും എന്നും അതേപോലെ തന്നെയുണ്ട്. പിന്നെ അങ്ങനെ നോക്കിയൊരു 3-4 പേര് അത്രേ ഉള്ളൂ. അതിന് മേലെ എന്നെപ്പറ്റി അറിയാവുന്നവർ വളരെ ആരുമില്ല. കുറവാണ്. മഞ്ജു ചേച്ചി ഞാനും കാണാറില്ല. മഞ്ജു പത്രോസ്. പക്ഷെ കാണുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി സംസാരിക്കും. എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അങ്ങനെ ആ കാറ്റഗറി ഇല്ല. പക്ഷെ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് മഞ്ജു ചേച്ചി. നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മൾ കാരണം അറിയുന്ന. മഞ്ജു ചേച്ചി സ്ട്രഗ്ലിങ് ലേഡിയാണ്. അതെ. അപ്പോൾ അവർക്കേ മനസ്സിലാവുള്ളൂ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അതേപോലെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന അല്ലാത്തവർക്ക് മനസ്സിലാവില്ലെന്നേ. പിന്നെ നമ്മളിലും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സോഴ്സ് ഉണ്ട്. എനിക്ക് സോഴ്സ് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നേരെ താഴോട്ടാണ്. അപ്പോൾ എനിക്ക് ഓക്കെ ആവും. ഞാൻ കൂൾ ഡൗൺ ആവും. നമ്മൾ കമ്പയർ ചെയ്യും അല്ലേ? ഞാൻ താഴോട്ട് ദൈവമേ എനിക്കിപ്പോൾ കയറി കിടക്കാൻ വീടുണ്ട്, സഞ്ചരിക്കാൻ വണ്ടിയുണ്ട്, അധ്വാനിക്കാൻ കാലും കൈയും ആവതുണ്ട്, ദൈവം അനുഗ്രഹിച്ച അസുഖങ്ങളൊന്നുമില്ല. അതൊരു വലിയ സമ്പാദ്യമാണ് ഇത്രയും. അപ്പോൾ അതൊന്നുമില്ലാത്ത എത്ര പേരാണുള്ളത്. നമ്മൾ ഈ മേലോട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. ദൈവമേ അവൾക്ക് മറ്റേ സിനിമ കിട്ടി, അയ്യോ എനിക്കെന്താ കിട്ടാത്ത, ദൈവമേ മറ്റവൾ മറ്റേത് വാങ്ങി, അവൾ കാറ് വാങ്ങി, അവൾ ബംഗ്ലാവ് വാങ്ങി, അല്ലെങ്കിൽ വീട് വാങ്ങി. അങ്ങനെ ചിന്തിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഞാൻ ചിന്തിക്കുന്നത് സീരിയൽ എന്ന് പറയുന്ന മിനി സ്ക്രീനിൽ നിന്ന് ഒരുപാട് പേരുന്ന സിനിമയെ വന്നിട്ടില്ല. എനിക്കതിനൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ബിഗ് ബോസ് പോലൊരു ഷോയിൽ പോകാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ എനിക്ക് നഷ്ടങ്ങൾ ഒത്തിരി എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതല്ലാതെ ഒത്തിരി വേറെ ഭാഗ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് വലിയ അങ്ങനെ അയ്യോ ദൈവമേ എനിക്ക് എന്തിന് ഈ ജീവിതം തന്നു അങ്ങനെ ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് കൈക്കും കാലിനും സ്വാധീനം ഉണ്ടെന്നേ. അസുഖങ്ങൾ മാറാരോഗങ്ങളൊന്നുമില്ല. അത് തന്നെ ഏറ്റവും വലിയ അസറ്റ്. സത്യം. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പോയി. അതൊരു വലിയ നമ്മുടെ ചിറകൊടിയുന്ന പോലെ തന്നെയാണ്. അതെ. ഒരു പക്ഷിയുടെ 2 ചിറക് ഒടിഞ്ഞാലും പക്ഷിക്ക് മുന്നോട്ട് ജീവനില്ലേ, നമുക്ക് മുന്നേക്ക് പോവണ്ടേ. അതേപോലെ എൻ്റെ യാത്രകൾ എപ്പോഴും